ഇഷ്ടംപോലെ ഇലകൾ, അതായത് മഹാഗണി, ശീമക്കൊന്ന, മുരിങ്ങ തുടങ്ങിയിട്ടുള്ള ഇലകൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്നാം തരം ജൈവവളം ഉണ്ടാക്കാനുള്ള ഒരു വിദ്യയുണ്ട്. ജൈവവളം വാങ്ങിക്കാൻ പോകുമ്പോൾ ഭയങ്കര വിലയാണ്, ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അപ്പം നമ്മളെ ചുറ്റുമുള്ള മഹാഗണിയൊക്കെ കൊത്തിയിട്ട് ഇതുപോലെ ഇലകളുണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ കണ്ടൻറ്റ് അത് വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെയൊക്കെ വേരുകൾ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല നമ്മൾ കഴിക്കുമ്പോൾ പറയേണ്ടത് പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻ എന്നാണ്. അതിനകത്ത് കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, സോഡിയം ഉണ്ട്. ശീമക്കൊന്നയുടെ ഇലയിലാണെങ്കിൽ ഒരുപാട് ആൽക്കലോയിഡ്സും ടർപ്പിനിൻസും നൈട്രജനും ഫോസ്ഫറസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴി എടുക്കുക. കുഴി 4 ഭാഗത്തും നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. 4 ഭാഗത്തും നമ്മുടെ തെങ്ങിൻ്റെ മടലുണ്ടല്ലോ, ഓലയുടെ മടൽ, അത് 4 ഭാഗത്തും അങ്ങ് വെച്ചേക്കുക. അത് നടുവിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ പച്ചിലകളുണ്ടോ അതൊക്കെ കൊത്തിയിടുക. കാരണം ഈ മഴക്കാലത്ത് ഒരുപാട് ഇലകളുണ്ടാവും. നമ്മളിപ്പോൾ കൊത്തിയെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൊത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് പണി കഴിഞ്ഞു. 1 അടി പൊക്കത്തിൽ ഇലയിട്ട് കഴിഞ്ഞാൽ 1.5 ഇഞ്ച് കനത്തിൽ നമുക്ക് മേൽമണ്ണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മേൽമണ്ണ് ഇങ്ങനെ 1 ഇഞ്ച് കനത്തിൽ ഇടുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് പുളിച്ച കഞ്ഞിവെള്ളമോ പുളിച്ച മോരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വീണ്ടും നമുക്കൊരു ലെയർ ശീമക്കൊന്ന ഇലയോ മഹാഗണിയുടെ ഇലയോ ഏതാണെന്ന് വെച്ചാൽ ഇടാം. പക്ഷേ ഏറ്റവും താഴെയായിട്ട് മഹാഗണി ഇല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് പറയുക, മഹാഗണി ഇലകൾ അഴുകാൻ ഒരുപാട് സമയമെടുക്കും. അപ്പം ഏറ്റവും മുകളിലായിട്ട് പെട്ടെന്ന് അഴുകുന്ന ശീമക്കൊന്നയുടെയോ മുരിങ്ങയുടെ ഇല ഇടാം. ഏറ്റവും താഴെയായിട്ട് മഹാഗണിയുടെ ഇല ഇടാം. മഴക്കാലം ആണെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു പന്തൽ കൊടുക്കാം. 4 തൂണ് നാട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു പന്തൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴവെള്ളം നേരിട്ട് അതിനകത്തോട്ട് വീഴില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് മഴവെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ അഴുകലിൻ്റെ ക്വാളിറ്റി നന്നാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വളമുണ്ടല്ലോ അത് ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറികൾക്കൊക്കെ വേണ്ടുന്ന എന്താ, ഒരുപാട് സൂക്ഷ്മമൂലകങ്ങൾ വേണം, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്ന വളങ്ങൾ വേണം. അങ്ങനെ നോക്കുമ്പം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പച്ചില വളങ്ങൾ കൊണ്ടുള്ള ജൈവവളം. അപ്പം ഇത് ഉണ്ടാക്കി നോക്കുക തന്നെയല്ലേ.